ഹലോ ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് ടൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി മാജിക് പ്രിൻ്ററുമായി വന്നിരിക്കണമെന്ന് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഈ മാജിക് പ്രിൻ്റർ ഉണ്ടാക്കാൻ നമുക്ക് ആകെ ആവശ്യമുള്ളത് കാർഡ്ബോർഡിൻ്റെ പീസാണ്. മൊത്തം 6 പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിലെന്ത് ചെയ്യുക, ഇതിൽ കാണുന്ന അളവിൽ 6 പീസ് സെറ്റ് ചെയ്ത് വെക്കുക. അതിൽ 12 സെൻറ്റിമീറ്റർ ഉള്ള 2 പീസ് എടുത്തിട്ട് മുകളിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് 2 ഹോൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 സെൻറ്റിമീറ്ററിൽ വെട്ടിയെടുത്ത 4 പീസുകൾ തമ്മിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കണം. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പശ ഉപയോഗിച്ച് ഒട്ടിച്ചാൽ മതി. പക്ഷേ നന്നായി ഒട്ടിക്കാൻ ശ്രമിക്കുക. ഇനി നേരത്തെ വെട്ടി വെച്ച 12 സെൻറ്റിമീറ്റർ അളവുള്ള 2 കാർഡ്ബോർഡിൻ്റെ പീസ് ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പെയിൻറ്റ് ഏതാണോ അത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെ പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും ഭംഗി കൂട്ടാവുന്നതാണ്. ഇനി നേരത്തെ ചെയ്തു വെച്ച ഹോളിലൂടെ 2 പെൻസിലുകൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ 2 പെൻസിലുകൾ തമ്മിൽ ഒരു കളർ പേപ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് പേപ്പറാണ് ഉപയോഗിച്ച് ചുറ്റിയെടുക്കണം. ആ പേപ്പർ 30 സെൻറ്റിമീറ്റർ നീളവും 9.5 സെൻറ്റിമീറ്റർ വീതിയും ആണ് ആവശ്യമുള്ളത്. ഇതാണ് നമ്മളുടെ മാജിക് പ്രിൻ്ററിൻ്റെ മെയിൻ പാർട്ട് വരുന്നത്. അപ്പോൾ ഇത് കെയർഫുള്ളായി ചെയ്താലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് മോഡൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം.
അപ്പോൾ എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾക്കും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.